ഭക്ഷ്യവകുപ്പിൻ്റെ മിനിസ്റ്ററായിട്ട് തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ മാറ്റങ്ങളാണ് വേണ്ടിയത്? യുവർ ഫ്യൂച്ചർ വിഷൻ ഏത് കാര്യത്തില് പൊതുവേ ഈ വകുപ്പിൽ വെച്ച്, ഭക്ഷ്യവകുപ്പിൽ വെച്ച്? അല്ല, ഡിപ്പാർട്ട്മെന്റിൽ മൊത്തത്തിലുള്ള ചേഞ്ചസ് ഇപ്പം നമ്മൾക്ക് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇപ്പം കഴിച്ചോളൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് നമുക്ക് കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഡൈവേർട്ടായി പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പൂർണ്ണമായും തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഈ എൻഡ് ടു എൻഡ് ഒരു സൊല്യൂഷൻ, അതായത് നമുക്ക് FCIയിൽ നിന്ന് നമുക്ക് ഫുഡ് ഗ്രെയിൻസ് നമ്മൾ എടുക്കുന്നത് മുതൽ ഒരു കൺസ്യൂമർ അത് വാങ്ങുന്ന വരെയുള്ള ഒരു ചെയിൻ, ഒരു സപ്ലൈ ചെയിൻ, അത് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത് അത് പൂർണ്ണമായും ഒരു സിസ്റ്റമാറ്റിക് ആക്കുക എന്നൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളതിൻ്റെ പൈലറ്റ് പദ്ധതി ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ഈ ഒരു ടൈമിൽ ഈ 2015 അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഇത് ടേക്കപ്പ് ചെയ്ത് 2012 ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു. ഇപ്പോൾ അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ഫുൾ റോൾ ഔട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ 22 ARDs ഇപ്പോൾ ഞങ്ങളതിൻ്റെ 22 റേഷൻ കടകളിൽ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ചെയ്തു. അതിപ്പോൾ സക്സസ്ഫുൾ ആണ്. പിന്നെ ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം ശക്തമാക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പരാതികൾ എപ്പോഴും പൊതുവിതരണം എന്ന് പറയുന്നത് പൊതുവിതരണത്തിൻ്റെ കൂടപ്പുറപ്പായി പരാതി ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഇഷ്ടംമാതിരി പരാതികൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പരമാവധി ഫോണുകൾ നേരിട്ട് തന്നെ എടുക്കാറുണ്ട്. വരുന്ന കംപ്ലയിൻസും പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ പരാതി പരിഹാരത്തിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങൾ ലക്ഷ്യം വെച്ചു. അതിന് ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം തന്നെ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നുണ്ട്. ആക്ടിൻ്റെ അകത്ത് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ടൈം ഒരു ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം അവിടെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം. അതിനായിട്ട് പ്രത്യേക ഓഫീസേഴ്സിനെ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ പൊതുവിതരണത്തിൻ്റെ കംപ്ലീറ്റ് ഫേസ് ചേഞ്ച് ആവുന്ന ഒരു സന്ദർഭമാണ്. ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ പറഞ്ഞത്. സ്വാഭാവികമായിട്ടുണ്ട്. ഓക്കെ, എന്നാലും വേണ്ടല്ല, ഞങ്ങൾ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചോളാം. എന്നാലും നല്ലൊരു കാര്യം തന്നെയല്ലേ വരും. പിന്നെ വേറൊരു രസകരമായൊരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ 2012 മിനിസ്റ്ററായി വരുന്ന സന്ദർഭത്തിൽ ഓണക്കാലമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു പത്രത്തിലൊരു വാർത്ത, ഓണം കഴിച്ചു മന്ത്രി അറിഞ്ഞു എന്നാണ് വാർത്ത. അപ്പം ഞാൻ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പഞ്ചസാര കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓണം കഴിച്ചു എന്ന് ആ ലേഖകൻ്റെ ഭാവനയിൽ ആ ലേഖകൻ എഴുതി. അപ്പം ഞാൻ അടുത്ത ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സിനെ വിളിച്ച് എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചു. എന്തുകൊണ്ട് ഈ പഞ്ചസാര ഫെസ്റ്റിവൽ ഷുഗറാണ്, എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫെസ്റ്റിവൽ ഷുഗർ കിട്ടാറുണ്ട് സാറിന്, ഞങ്ങൾ ഓണം കഴിഞ്ഞാൽ കൊടുക്കുന്നത്. ഓണം കഴിഞ്ഞ് ഫെസ്റ്റിവൽ ഷുഗർ, അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഞാൻ ചെന്നോളാം, അത് ഞങ്ങൾ അങ്ങനെയാണ് സ്ഥലത്ത് കൊടുക്കുന്നത്, ഓണം കഴിഞ്ഞാണ് ഈ സാധനത്തിന്. പക്ഷേ ഞാനത് റെഗുലറൈസ് ചെയ്തു. 2013 ഓണത്തിന് മുമ്പ് തന്നെ ഫെസ്റ്റിവൽ ഷുഗർ എത്തിച്ചു. പക്ഷെ ഒരു പത്രവും ഓണം മധുരിച്ചു എന്ന് എഴുതിയില്ല. അന്ന് കഴിച്ചത് മാത്രമേ എഴുതിയുള്ളൂ, മധുരിച്ചതാരും എഴുതിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഓണത്തിന് മുമ്പ് തന്നെ ഷുഗർ എത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ തൊട്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേയൊക്കെ സക്സസ്ഫുള്ളായി, പിന്നെ ബാക്കിയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. ശരിക്കും ഈ ട്രേഡ് യൂണിയൻകാരൊക്കെ എന്തോരം നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ഈ കടകളിലേക്ക് സാധനം എത്തിക്കാനും ഒക്കെ ആയിട്ട്? എൻ്റെ ഒരു അനുഭവം വെച്ച് രണ്ട് രീതിയിലും പറയാം. ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, യൂണിയൻ പ്രോബ്ലംസ്, ലേബർ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഗ്യാസ്, LPG വീട്ടമ്മമാരുടെ മറ്റൊരു പ്രശ്നമാണ്. അത് പലപ്പോഴും സമരങ്ങൾ, മിന്നൽ സമരമാണ്. രാവിലെ മിന്നൽ സമരം തുടങ്ങും, ഉച്ചയായാലും മിന്നൽ സമരം തീരത്തില്ല, വൈകുന്നേരം സംസാരം തീരത്തില്ല, 2 ദിവസം സംസാരം തീരത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങളിപ്പോൾ അത് എസ്മയുടെ പെർവ്യൂവിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ സമരം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എസ്മ അതിൻ്റെ അത് ഇൻവോക്ക് ചെയ്യാനുള്ള അധികാരം കളക്ടർമാർക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അയാളുടെ അവകാശം നിലനിർത്തി കിട്ടണം. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എനിക്ക് ആ ഒരു വേർഷൻ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു അവകാശത്തെ ഒരിക്കലും ഹനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചും അവനൊരു അവകാശമുണ്ടല്ലോ, എനിക്ക് സമയത്ത് എൻ്റെ LPG കിട്ടണം. അപ്പോൾ അതിനായിട്ടുള്ള തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളിപ്പോൾ എസ്മ ഈ മേഖലയിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം കുറച്ചൊക്കെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് യൂണിയൻ ലേബർ അൺട്രസ്റ്റ് വളരെ സജീവമാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ FCIയിൽ നിന്ന് ഈ അരി എടുക്കുന്ന തൊട്ട് അവിടെ ഈ അട്ടിക്കൂലി, നോക്കൂലി തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇതിൻ്റെ
ഈ മൊത്തവിതരണ കേന്ദ്രങ്ങൾ നടത്തിപ്പുകാരും ലേബേഴ്സുമായിട്ട് പ്രോബ്ലം ഉദ്യോഗസ്ഥരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പരമാവധി സമവായമൊക്കെ ഉണ്ടാക്കി ചർച്ചകളൊക്കെ ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും. ഏറ്റവും നമുക്ക് പ്രയാസം തോന്നുന്ന ഈ ഓണക്കാലത്തൊക്കെ കൊണ്ടുവന്ന് സമരം ചെയ്യുമ്പോഴാണ്. ഈ ഓണവും ക്രിസ്മസോ വിഷുവോ ഒക്കെ വരുമ്പം അപ്പോൾ ഒരു സമരമുണ്ട്. അന്നേരം ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ മുള്ളേ നിൽക്കേണ്ടി വരും. നമ്മൾ മുള്ളലായി പോകും. കാരണം ഇതെന്ന് പറഞ്ഞാൽ വല്ലാത്ത സെൻസിറ്റീവ് സമയം. ഓണ സമയത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ സമരം ചെയ്യുന്ന അന്നേരം അവരുടെ കാര്യം നേടാൻ ഒക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് സമ്മർദ്ദത്തിലാവുന്ന സമയങ്ങളാണല്ലോ അതൊക്കെ, ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പരമാവധി ചർച്ചകൾ ചെയ്ത് പരിഹരിക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ 3.5 വർഷത്തെ സമയത്ത് ഗുരുതരമായ ലേബർ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പത്രത്തിലൊക്കെ കാണാറുണ്ട് ഈ എന്നാ ചാക്കിന്നൊക്കെ ഇങ്ങനെ അരി പൊട്ടിപ്പോയെന്നോ അല്ലെങ്കിൽ എന്നാ മറിഞ്ഞു പോയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ച്. കാരണം പിന്നെ ഈ പൊട്ടിപ്പോകുന്ന അരിയൊക്കെ പിന്നെ എന്നാ വേസ്റ്റ് ആയിട്ട് പോകില്ല, അത് കുത്തിയെടുത്തെന്നോ എന്നൊക്കെയോ കേൾക്കാം. അത് FCI നിന്നാണ് ഈ സാധനം എടുക്കുന്നത്. FCIയിലെ ലേബറേഴ്സ് ആണ് അവിടെ. FCI സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ്. അവിടെയാണ് നമുക്ക് ട്രെയിനിൽ വാഗൻസിൽ ഈ സാധനം വരുന്നത്. അവിടെ നിന്ന് എടുക്കുമ്പോൾ ഈ ഹുക്കിട്ടിങ് എടുക്കും. ഹൂക്കിട്ടെടുത്ത് ഇത് വെക്കുമ്പോൾ ഇതിങ്ങനെ ബാക്കിൽ കൂടെ പോകും. പിന്നെ ഈ ഹൂക്ക് ഇടുമ്പോഴത്തേന് അറിയാൻ മേലെ അതിനകത്ത് അത് അവർ ഹുക്ക് എടുത്തുള്ളൂ. ഇപ്പോൾ FCI ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുകയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് കയറുന്ന ലോറി തൊട്ട് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് തൊട്ട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് എനിക്കുണ്ട് ആ കാര്യത്തിൽ. പിന്നെ അതൊന്നിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ സമാധാനിപ്പിച്ച് സഹകരിപ്പിച്ച് സംഭവം ഓടിപ്പിച്ചു കൊണ്ടുവന്നു. ശരിക്കും ഈ വകുപ്പ് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റിയാ. ഐ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്? ഇപ്പം അങ്ങനെ ചോദിച്ചാൽ നമ്മൾക്ക് ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളിൽ 100% സിൻസിയറായി ചെയ്യുന്നു. അതിൻ്റെ അകത്ത് വിജയിക്കാൻ കഴിയുന്നു എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനതാ പറയുന്നത്, വലിയ പ്രോബ്ലം ഇല്ലാതെ കഴിഞ്ഞൊരു 3.5 വർഷം ഓടിച്ചു എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. പിന്നെ ഇപ്പം 100% എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പിന്നെ എന്നാ വെച്ചാൽ ഫുഡിനൊക്കെ ഒത്തിരി പ്രൈസൊക്കെ ഒത്തിരി കൺട്രോൾ ചെയ്യണം മറിച്ചെന്നൊക്കെ പറഞ്ഞ് മിനിസ്റ്റർ സാർ പറഞ്ഞു. ഹോട്ടൽ ഭക്ഷണത്തിനൊക്കെ ഒത്തിരി കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഫുഡ് ആ പ്രൈസേ. അപ്പോൾ ഈ പ്രൈസ് ശരിക്കും ഞങ്ങൾ വാല്യൂ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഗ്രെയിൻസ് അനുസരിച്ച് ടാലി ചെയ്താൽ പോകുന്നത്. അതുകൊണ്ട് ഹോട്ടലിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിന് നല്ലൊരു തുക ആവുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു ആ തുക കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ ക്വാളിറ്റിക്കുള്ള വ്യത്യാസം വരും. ആസ് ആൻ എക്സ്പീരിയൻസ് പേഴ്സൺ ഞാൻ പറയുക. അപ്പോൾ അത്രയും കുറഞ്ഞ ക്വാളിറ്റി ആയിരിക്കില്ലേ നമ്മൾ ഫുഡ് കൊടുക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല. അതിൻ്റെ അകത്ത് ആ ബില്ല് പബ്ലിഷ് ചെയ്തു. അത് ഈ സെഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഓവർബർഡൻഡായിട്ട് 18ഓളം ബില്ലുകൾ പെൻഡിങ് ആയിരുന്നു. അടുത്ത സെഷൻ ആരംഭിക്കും ജനുവരി ഫെബ്രുവരിയിലായിരിക്കും. അതിൻ്റെ അകത്ത് ഈ ബില്ല് എന്തായാലും അവതരിപ്പിക്കും. ഇപ്പോൾ ബില്ല് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആർക്കാണെങ്കിലും വായിച്ചു നോക്കാം. അത് വായിച്ചു നോക്കുമ്പോൾ ഈ കൺഫ്യൂഷൻ മാറും. അതിൻ്റെ അകത്ത് ഇന്ന വിലയിൽ നിങ്ങൾ കൊടുക്കണമെന്ന് ഗവൺമെൻറ് അങ്ങോട്ട് ആവശ്യപ്പെടുകയല്ല. അവർക്ക് ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഇന്ന വിലയിൽ വിൽക്കുന്നു. ആ വില വിവരം പട്ടിക ഒരു അതോറിറ്റിയെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ജില്ലകളിൽ. ആ അതോറിറ്റിയുടെ അനുമതിയോടെ ആ വിലവിവര പട്ടികയ്ക്ക് വിൽപ്പന നടത്താം. അതായത് നിങ്ങളിപ്പോൾ ഊണിന് 100 രൂപ അല്ലെങ്കിൽ 50 രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്നല്ല പറയും. നിങ്ങളിപ്പോൾ 75 രൂപ വെച്ച് കഴിഞ്ഞാൽ ആ 75 രൂപയ്ക്ക് എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു അഫിഡവിറ്റ് എൻ്റെ തരുന്നു. ആ 75 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാം. അത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിലും ഈ അതോറിറ്റിയുടെ അനുമതി വേണം. ഇപ്പോൾ റോ മെറ്റീരിയൽസിന് വില വർദ്ധിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി പെട്ടെന്ന് വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഈ അതോറിറ്റിയുടെ അനുമതിയോടെ 75 രൂപ 80 ആക്കാവുള്ളൂ, അല്ലെങ്കിൽ 50 രൂപ 100 ആക്കാവുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ വീട്ടമ്മമാർക്കുള്ള കുഞ്ഞു ആവശ്യങ്ങളാണ്. പക്ഷേ ഇന്നുണ്ടല്ലോ സാറും വൈഫും കൂടെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയെന്ന് ഞാൻ കൺസ്യൂമർ അവിടെ പോയായിരുന്നു. അപ്പോൾ സപ്ലൈകോയിൽ വരെ പോയായിരുന്നു ഒരിടത്ത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ബില്ലിൽ ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അപ്പോൾ സാറിനോടാകുമ്പോൾ എനിക്ക് നേരിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരട്ടെ. അത്യാവശ്യം എനിക്ക് മുളക് പൊടി തീർന്നപ്പം ഞാൻ പോയി മേടിച്ചതാ. അപ്പം ഇതാണ് ബില്ല്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് 16 രൂപയാണ്. കണ്ടോ? അതെ. ഇതിനകത്ത് അടിച്ചേക്കുന്ന 18 രൂപയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കണോ? അല്ല, നമ്മൾ എത്രയാണ് കൊടുത്തത്? 13 അല്ലേ നമ്മൾ കൊടുത്തത്? അല്ല, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശബരി ചില്ലി 600 ഗ്രാം, അതെ, ഒരെണ്ണം വാങ്ങിച്ചു. ഇത് കൺസ്യൂമർ റൈറ്റ്സിന് നേരെയുള്ള കടന്നുകയറ്റായി പോകും.
ഇത് ശരിക്കും ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇറ്റ്സ് ചീറ്റിംഗ്. ഞങ്ങൾക്കൊരു വിഷമം. അപ്പോൾ ഒരു മിനിസ്റ്റർ സാറിനൊക്കെ അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂസാണ്. കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തുള്ള ഇഷ്യൂസാണ് പലപ്പോഴും കൺസ്യൂമർ പ്രശ്നങ്ങളായി മാറുന്നത്. കോടതി കൺസ്യൂമർ ഫോറങ്ങളിലൊക്കെ ഇങ്ങനത്തെ ധാരാളം പരാതികൾ വരാറുണ്ട്. ഇപ്പോൾ ഈ പലപ്പോഴും ചില സ്ഥാപനങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് വളരെ പറയാൻ വേറൊന്നും കൊണ്ടല്ല, വീട്ടമ്മമാർ ബഡ്ജറ്റ് ഇപ്പം വില കൂടുന്ന അനുസരിച്ച് നമ്മൾ ഒത്തിരി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചുമ്മാ ₹1 ലാഭിക്കാൻ പറ്റിയാൽ അത്രയും ലാഭിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ല, ഇതിൻ്റെ അകത്ത് ഈ ഉൽപ്പന്നം തന്നെ പുറമേ ഉള്ളതിനെക്കാട്ടിയും വില കുറഞ്ഞാണ് കൊടുക്കുന്നത്. ₹16. അതിനാണ് ₹18 വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞാലൊക്കെയല്ല, അതുകൊണ്ട് ഞാനൊന്ന് വിത്ത് പ്രൂഫോടുകൂടി സാറിനെ ഒന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനത്തെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള പരാതികൾ വരാറുണ്ട്. ഇങ്ങനത്തെ പരാതികൾ എനിക്ക് ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇങ്ങനത്തെ കംപ്ലയിൻസ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും പരാതികളൊക്കെ ഒന്ന് നമുക്ക് അല്ല, ഇത് അപ്പൊ തന്നെ അന്വേഷിച്ച് നടപടി ഇതെന്തായാലും ഞാൻ അന്വേഷിച്ച നടപടി എടുക്കാം, കൃത്യമായിട്ട് അറിയിക്കാം. അയ്യോ, താങ്ക് യു. എന്തായാലും ഇത്രയും ടെൻഷനൊക്കെ പിടിച്ച് എന്തെല്ലാം പരിഹാരങ്ങളൊക്കെ കണ്ടുപിടിക്കണമല്ലോ. റിലാക്സ് ചെയ്യാൻ എന്നാ എടുക്കും? റിലാക്സ് ചെയ്യാൻ നന്നായിട്ട് ഉറങ്ങും. പാട്ട് കേൾക്കോ? അത്യാവശ്യം പാട്ട് കേൾക്കും. പാടാൻ എനിക്ക് ഇത്തിരി പാടാണ്. പാട്ട് ആസ്വദിക്കാൻ പറ്റും. ഭാര്യ പാടോ? ഇല്ല ഭാര്യയാണ് എനിക്ക് പാടിപ്പിച്ചോ? അതെന്നാ പാട്ടാടോ പാടിയേ? അതൊരു ടെറിബിൾ. ആ പാട്ട് കേട്ടാണോ റിലാക്സ് ചെയ്യാറ്, ഉറങ്ങി പോകുന്നത്? ഞാൻ വൈകിട്ട് ഏതെങ്കിലും ടി വിയിൽ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അത് കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കും. കോമഡി ക്ലിപ്സ് അല്ലായിരുന്നു. അതാ കാണുന്നത്. പിന്നെ സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ? അത്യാവശ്യം. നേരത്തെ ഒരുപാട് എപ്പോഴും പോവായിരുന്നു. ഇപ്പൊ പിന്നെ വളരെ ഒരുമിച്ച് പോക്ക് കുറഞ്ഞു. ഞാനെല്ലാം പോയി കാണും. പിള്ളേരെ കൂടെ കൂടുവോ? എന്നാ കാണും? മലയാളം എല്ലാം കാണും. മലയാളം, ഹിന്ദി. പിന്നെ ഈ മോനൊക്കെ മറ്റേ 3D എന്തെങ്കിലും ആനിമേറ്റഡ് മൂവി ഇറങ്ങുവാണെങ്കിൽ അതും കാണും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണോ? ചിലത്. പ്രേമം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ. അത് ഞാൻ വളരെ നല്ലതെന്ന് പറഞ്ഞ് അനൂപിനെ കുട്ടി ഒന്നുകൂടെ പോയി കണ്ടു. അപ്പൊ മറ്റേ മൊയ്തീൻ കണ്ടോ? അതും കണ്ടു. അത് ലവ് സ്റ്റോറീസ് കൂടുതൽ കാണാറുണ്ടെന്ന് ചുരുക്കം. ഫേവറേറ്റ് ആക്ടർ ആരാ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ കറന്റ് എനിക്ക് നിവിൻ പോളിയാ. ഓക്കെ. ആക്ട്രസ്? ആക്ട്രസ് മഞ്ജു വാര്യർ. ഓക്കെ, നല്ല കാര്യം. എന്തായാലും എൻ്റെ കുഞ്ഞ് കിച്ചണിൽ വന്നേച്ച് ഇത്രയൊക്കെ കാര്യങ്ങളും ഞങ്ങളെ വീട്ടമ്മമാരെ കുറെ ആശ്വസിപ്പിച്ച് ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്കൊരു ആശ്വാസം കണ്ടെത്തി തന്നില്ലേ, അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് സാറിനോടും അൻലയോടും ഉണ്ട്.